നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് കിടന്നിരുന്ന രണ്ടുപേരെ ആശുപത്രിയിലെത്തിക്കാൻ സഹായിച്ച യുവാവിന്റെ ചിത്രം പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പോലീസ് പ്രചരിപ്പിച്ചുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി സന്തോഷ് കുമാർ എം, ആളൂർ പോലീസ് സ്റ്റേഷൻ ഓഫീസർ കെ വി ഹരിക്കുട്ടൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പോലീസ് നടത്തിയത് പ്രാഥമിക അന്വേഷണം മാത്രമാണെന്നും ചിത്രം പോലീസ് പ്രചരിപ്പിച്ചിട്ടില്ലെന്നും ഇരുവരും വ്യക്തമാക്കി. ആളൂരിലെ വയനാടൻ ബിരിയാണിക്കടയിൽ രണ്ട് സംഘങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിൽ കത്തിക്കുത്ത് നടത്തിയ രക്ഷപ്പെട്ട പ്രതികൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് കല്ലേറ്റിങ്കരയിൽ വെച്ചാണ് അപകടത്തിൽപ്പെടുന്നത്. സംഭവത്തിൽ 3 പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ച പ്രാഥമിക വിവരം. പരിക്കേറ്റ പ്രതികളെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയതായി വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് ആശുപത്രിയിൽ എത്തുന്നത്. അത്യാഹിത വിഭാഗത്തിന് മുൻപിൽ വെച്ച് ആംബുലൻസിൽ പരിക്കേറ്റവരോടൊപ്പം എത്തിയ കല്ലേറ്റുംകര സ്വദേശി വാഴയ്ക്കൻ വീട്ടിൽ 19 വയസ്സുള്ള പയസിനോട് പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി കാര്യങ്ങൾ ചോദിച്ചറിയുക മാത്രമാണ് പോലീസ് ചെയ്തിട്ടുള്ളത്. പയസിന്റെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങുകയോ കസ്റ്റഡിയിലെടുക്കുകയോ യുവാവിന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഡിവൈഎസ്പി സന്തോഷ് കുമാർ വ്യക്തമാക്കി. സംഭവ സ്ഥലത്തു നിന്നും ലഭിച്ച പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായുള്ള ഫോട്ടോ വെരിഫിക്കേഷൻ നടപടികളെയാണ് തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്ന തരത്തിൽ ചില മാധ്യമങ്ങളിൽ വാർത്തയായി പ്രചരിപ്പിച്ചിട്ടുള്ളത്. കേസിലെ പ്രതികളായ ആളൂർ സ്വദേശി ആനുരുളി വീട്ടിൽ 25 വയസ്സുള്ള സനീഷ്, പോട്ട സ്വദേശി മേലപ്പുറം വീട്ടിൽ 24 വയസ്സുള്ള ബെഞ്ചമിൻ എന്നിവർ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ്. പയസിന്റെ അമ്മ സരിത ആളൂർ പോലീസിനെതിരെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി അന്വേഷണം നടത്തിവരികയാണ്. ദിവസം 28-ാം തീയതി 3:30-ക്ക് 2 വിഭാഗം ആൾക്കാർ ഒരു 3 പേര് വീതം നിന്ന് അടികൂടുകയും തുടർന്ന് 3 പേർക്ക് ഗുരുതരമായിട്ട് പരിക്ക് പറ്റുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരിക്ക് പറ്റിയവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും കൂടെ പോയ പയസ് എന്നുള്ളൊരു കൂടെ ഉണ്ടായിരുന്ന ആളെ അത് എന്താണ് വിവരം എന്നുള്ളത് ഹോസ്പിറ്റലിൽ വെച്ച് പോലീസ് ചോദിക്കുകയും ചെയ്തു. അതിന് ആ പയസ് എന്ന് പറഞ്ഞ കുട്ടിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ള രീതിയിലാണ് പോലീസിനെതിരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നുള്ള രീതിയിലാണ് ന്യൂസുകൾ വന്നുകൊണ്ടിരുന്നത്. നമ്മൾ കസ്റ്റഡിയിലെടുത്തിട്ടില്ല. കൃത്യമായിട്ട് ഈ കേസിൻ്റെ വിവരങ്ങൾ ഈ പയ്യൻ അവിടെ സ്ഥലത്തുണ്ടായിരുന്നുകൊണ്ട് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു പോലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടുതലായിട്ട് അവനെ ഇതിൽ കസ്റ്റഡിയിലെടുത്തു എന്നുള്ള രീതിയിലൊക്കെയാണ് മറ്റ് ന്യൂസോ അല്ലെങ്കിൽ ന്യൂസ് ഞാൻ കണ്ടില്ല, സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ളത്. അങ്ങനെ കസ്റ്റഡിയിലെടുക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രതികളെപ്പോലെ ട്രീറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവിടെ നിന്ന് തന്നെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അല്ലാതെ നമ്മളൊരു ഡീറ്റെയിൻ ചെയ്യുന്ന ഒരു പരിപാടിയും, പ്രത്യേകിച്ചും അയാൾ ഈ പരിക്ക് പറ്റിയ ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി സഹായിച്ച ഒരു ബൈസ്റ്റാൻഡർ കൂടിയാണ്. അതാ നിങ്ങളെ ആംബുലൻസ് ഡ്രൈവറോട് ചോദിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാകുന്നു. ആക്സിഡൻറ്റ് നടന്നു അവരാണെന്ന് സംശയമുണ്ടെന്ന് പറയുന്നു. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇതിപ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെന്നും അവിടുന്ന് ഇവരെ എവിടെ കൊണ്ടുപോയെന്ന് പറഞ്ഞു, സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയെന്ന് പറഞ്ഞു. വണ്ടിയിൽ അവർ 3 പേരുണ്ടെന്നുണ്ടാവും. അപ്രകാരമാണ് നമ്മളവിടെ സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്. അത്യാഹിത വിഭാഗത്തിൽ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ വണ്ടിയിലുണ്ടായിരുന്ന 3ാമത്തെ ഒരാളാണിത്. അപ്പോൾ അയാളോട് സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ തിരക്കിയെന്ന് മാത്രം. ഇതെല്ലാം ഓപ്പൺ സ്പേസിലാണ്. അവിടുത്തെ CCTVയിലുണ്ട്. അയാളുടെ മൊബൈൽ നമ്മൾ സീസ് ചെയ്തിട്ടില്ല, നമ്മളുടെ വണ്ടിയിൽ കയറ്റിയിട്ടില്ല. അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ ചെന്ന് കഴിയുമ്പോൾ 1 മണിക്കൂറോളം പിടിച്ചു നിർത്തിയെന്നുള്ളതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ 2 പേർ എവിടെ കിടക്കുവാണ്, അത്യാഹിത വിഭാഗത്തിൽ കിടക്കുകയും അതിൻ്റെ ഹറിബറിയാണ്. ആ തിരക്കിലും അവരോട് ആ ഒരു തിരക്കും അവരുടെ ഡീറ്റെയിൽസ് എടുക്കുന്നതിനുള്ള തിരക്കിലും ഇവരോട് കാര്യങ്ങൾ ചോദിച്ച് ചിലപ്പോൾ 1 മണിക്കൂറായി കാണുമായിരിക്കും. അല്ലാതെ ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൻ ചെയ്യുകയോ ആളെ ജീപ്പിൽ കയറ്റുകയോ ആളുടെ മൊബൈൽ വാങ്ങി വയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ അവിടെ അത്യാഹിത വിഭാഗത്തിന് ഫ്രണ്ടിലുള്ള CCTV ക്യാമറകളിലും അവിടെ ഫ്രണ്ടിലുള്ള പോർട്ടിക്കോയിലും ഇതാണ് നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞു അയാൾ പോവുകയും ചെയ്തു. ഇതാണ് സംഭവം. ഇനി എന്തുകൊണ്ട് അയാളെ ചോദ്യം ചെയ്തു എന്നുള്ളതിൻ്റെ അർത്ഥം ഈ പ്രതികൾ ആണ് ഇവർ വധശ്രമ കേസിലെ പ്രതികൾ രക്ഷപ്പെടുകയും അവർ ഇതുപോലെ ആക്സിഡൻറ്റ് ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് ആ ആക്സിഡൻറ്റിൽ ഉണ്ടായിരുന്ന അതിലുണ്ടായ 3 പേരുണ്ടെന്നുള്ള പ്രാഥമികമായ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇയാൾ തന്നെയാണോ എന്നുള്ളത് പ്രാഥമികമായി അന്വേഷിക്കുന്ന ഭാഗമായിരുന്നു. അതിനകത്ത് കാര്യങ്ങളില്ല എന്ന് മനസ്സിലായി അയാൾ തിരികെ പോയി. ഇത്രയാണ് സംഭവിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അയാളെ ചോദിച്ചു എന്നുള്ളതിൻ്റെ വ്യക്തമായ കാര്യം വധശ്രമ കേസിലെ പ്രതിയാണ്. അവരെങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയ ഒരാളെ രക്ഷിക്കാൻ വേണ്ടി പോയി എന്നുള്ളതിൻ്റെ അല്ല, അവരെങ്ങനെ ആക്സിഡൻറ്റ് വന്നു എന്നുള്ളതിൻ്റെ പുറകിലോട്ടുള്ള കാര്യമുണ്ട്. ഇത്രയും ഒരാളെ
വെട്ടി പരിക്കേൽപ്പിച്ചിട്ട് പോയ ആളാണ്. അതിൽ കൂടെ ഉണ്ടായിരുന്ന പ്രാഥമികമായി ഹോട്ടലിൽ ചോദിച്ചപ്പോൾ എത്രയാണ് 3ഓളം പേരുണ്ടെന്നും പറയുന്നു. പക്ഷെ 2 പേരെ നമുക്ക് മൊഴിക്കാത്ത 2 പേരെയോ. അന്നേരം സ്വാഭാവികമായിട്ട് മൂന്നാമതുള്ള ആളോട് കാര്യങ്ങൾ ചോദിച്ചറിയുക മാത്രം. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ആത്മ 2026ന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട ബ്ലോക്കിലെ മികച്ച കർഷകരെ ആദരിക്കുകയും കാർഷിക വിദഗ്ധരുമായുള്ള സംവാദം, വിവിധ കാർഷിക വിഷയങ്ങളിൽ സെമിനാർ എന്നിവ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TG ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിമിഷ ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KK ശിവൻകുട്ടി, സരള വിക്രമൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വൃന്ദ അജിത് കുമാർ, നെൽസൺ PD, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പ്രസീന സജയൻ, അംബുജ രാജൻ, മണി സജയൻ, KU വിജയൻ, അജയൻ തറയിൽ, K രാജേഷ്, KA സുരേഷ് ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KK നിഖിൽ എന്നിവർ പങ്കെടുത്തു. എനിക്ക് എളിയ വാക്കുകളിലൂടെ സൂചിപ്പിക്കുവാനുള്ളത്. ഇവിടെ 5-6 പേർക്കാണ് ഇപ്പോൾ നമ്മൾ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പ്രദേശത്തെ മികച്ച കർഷകരായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട് അവർക്ക് അവാർഡ് നമ്മൾ നൽകുന്നത്. നേരത്തെ ഞാൻ പേര് പറഞ്ഞ പോലെ പൗലോസ് PA, തോബിയാസ് KA, സ്റ്റെല്ല ജോൺസൺ, സൂര്യ ലാൽജി, ശ്രീജിത്ത് ഗയ്യു, പുഷ്പവലി AK ഇവരെ എല്ലാവരെയും ഇനി മറ്റുള്ളവർക്ക് മാതൃകയായി പ്രവർത്തനങ്ങൾ തുടർന്നും ഈ കാർഷിക മേഖലയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മറ്റ് ഇവിടെ ഇരിക്കുന്ന കർഷകരെയും മറ്റു പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു പ്രചോദനം നൽകുന്നതിന് വേണ്ടി ഈ അവാർഡ് പരിപാടി ഉപകാരപ്രദമായി ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് ഈ ചടങ്ങ് നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടു കൂടി തന്നെ വളരെ സന്തോഷപൂർവ്വം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എന്നിവയോടൊപ്പം മത്സ്യകൃഷി, കോഴി വളർത്തൽ തുടങ്ങിയ സംയോജിത കൃഷി അനുഷ്ഠിച്ച് മാതൃകയായി കൊണ്ടിരിക്കുന്നു. കാരണം VFPC കിടമായി കൃഷി ചെയ്തു വരുന്നു. 1.5 ഏക്കറോളം സ്ഥലത്ത് വാഴ, പച്ചക്കറികൾ, ജാതി, അടയ്ക്കാമരം തുടങ്ങിയവ കൃഷി ചെയ്യുന്നു. സജീവ സാന്നിധ്യമാണ്. പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് കാർഷിക വൃത്തിയിലൂടെ ഉയർന്നു വന്ന ഇവരുടെ പ്രധാനി 15 മുതൽ സ്വന്തമായി പൂർണ്ണമായും കൃഷി ചെയ്തു വരുന്നു. കൂടാതെ 1.5 ഏക്കർ സ്ഥലത്ത് സ്വന്തമായും ആണ് നെല്ല്, പച്ചക്കറി, കിഴങ്ങുവർഗ വിളകൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ. താളിയോലകളുടെ ഡിജിറ്റലൈസേഷനും പ്രസിദ്ധീകരണത്തിനുമായി ഇൻഡിക് ഡിജിറ്റൽ ആർക്കൈവ് ഫൗണ്ടേഷന്റെ ഭാഗമായ ഗ്രന്ഥപുരയുമായി ചേർന്ന് ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിലെ പുരാരേഖ ഗവേഷണ കേന്ദ്രം പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചു. നിരവധിയായ അമൂല്യ പുസ്തകങ്ങൾ, ആനുകാലികങ്ങൾ, നിഘണ്ടുകൾ, അപൂർവ രേഖകൾ, ഭൂപടങ്ങൾ, ശാസ്ത്രഗ്രന്ഥങ്ങൾ എന്നിവ കണ്ടെത്തി ഡിജിറ്റലൈസ് ചെയ്ത് പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സംരംഭമാണ് ഗ്രന്ഥപുര. ഇതോടൊപ്പം താളിയോലകളുടെ കൂടി ഡിജിറ്റലൈസേഷനാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. എഴുത്തുകാരൻ MK രാജശേഖരന്റെ കുടുംബത്തിലെ താളിയോല ശേഖരണമാണ് ആദ്യമായി പ്രസിദ്ധീകരണത്തിന് ഒരുങ്ങുന്നത്. ഗ്രന്ഥപുരയ്ക്ക് വേണ്ടി ഷിജു അലക്സ്, കോളേജിന് വേണ്ടി സിസ്റ്റർ ഡോക്ടർ ബ്ലെസ്ലി, പുരാരേഖ ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ലിറ്റി ചാക്കോ എന്നിവർ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. ചടങ്ങിൽ എഴുത്തുകാരനും വൈദ്യരത്നം ഗ്രൂപ്പിന്റെ HR-ഉമായ രമേശൻ പൊയിൽ താഴത്ത് പ്രൊജക്ട് ലോഞ്ചിംഗ് നിർവഹിച്ചു. ജിജോ ജോസ്, ഡോക്ടർ ഷെറിൻ ജോസ് എന്നിവർ പങ്കെടുത്തു. നമ്മൾ വളരെ ദൂരെ നിന്ന് കാണുമ്പോൾ വളരെ നിസ്സാരമായി തോന്നുന്ന ഈ ഒരു പ്രോജക്റ്റ് ഒറ്റയാൾ പട്ടാളമായി തുടങ്ങി ബാംഗ്ലൂരിൽ ഒരു റൂം ഇതിനു വേണ്ടി ഒതുക്കുന്നു പറയുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നത്. അത്രയേറെ വലിയൊരു പ്രോജക്റ്റ് സ്വന്തമായി ഏറ്റെടുത്ത് ഇന്ന് ഏതാണ്ട് ഒരു 10 ലക്ഷത്തിലധികം കാർഡുകൾ ശേഖരിക്കുന്ന രീതിയിലേക്ക് ലോകത്തെ ഏറ്റവും പ്രഗത്ഭമായ യൂണിവേഴ്സിറ്റികൾ അനുഗമിക്കാവുന്ന രീതിയിലേക്ക് ഈ പ്രസ്ഥാനം വളർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇറയിലുള്ള കഠിനാധ്വാനം ചെറുതല്ല എന്ന് പറയാതെ വയ്യ. ഈ ഒരു കർമ്മത്തിലേക്ക് ഇത്തരം ഒരു സതുദ്ദേശത്തിൻ്റെ ഭാഗമാകാൻ എനിക്ക് അവസരം ലഭിച്ചതിന് ആദ്യമേ ഞാൻ നന്ദി പറയട്ടെ. HR ഒരു മാനേജർ എന്നതിലുപരി അല്ലെങ്കിൽ എഴുത്തുകാരൻ എന്നതിലുപരി സാധാരണ വിജ്ഞാന പുതുക്കി എന്നതിലുള്ള ആവേശമാണ് ഇതൊക്കെ കാണുമ്പോൾ എനിക്കുണ്ടാകുന്നത്. അറിവ് എന്നത് യഥാർത്ഥത്തിൽ അത് ആരുടെയും ഏതെങ്കിലും കാലഘട്ടത്തിൻ്റെയോ ഏതെങ്കിലും വ്യക്തിയുടെ ഒരു സ്വകാര്യ സ്വത്തല്ല, മറിച്ച് അത് തലമുറകളിലൂടെ അടുത്ത തലമുറയിലേക്ക് അനുസൃതം പ്രവഹിക്കേണ്ടുന്ന ഒരു സംസ്കാരത്തിൻ്റെ നീരുറവയാണ്. അതാണ് യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തെ സംസ്കാര സമ്പന്നവും വിജ്ഞാന സമ്പന്നവുമാക്കുന്നത്. നമ്മുടെ
പൂർവിക സമ്പത്ത് എന്ന് പറയുന്നത് വൈജ്ഞാനിക സമ്പത്ത് ഈ താളിയോല ഗ്രന്ഥങ്ങളിലായി. അച്ചടിക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അച്ചടിക്ക് ഒരു 200 വർഷത്തെ ചരിത്രമാണ് അച്ചടിക്ക് ശേഷമുള്ളത്. അതിന് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ പൂർവികർ ശേഖരിച്ച് വെച്ചിരുന്ന അറിവുകൾ, അവർ പല രീതിയിൽ ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും അവർ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ശേഖരിച്ച അറിവുകളെല്ലാം താളിയോല ഗ്രന്ഥങ്ങളിലെ അതാണ്. അത് യഥാർത്ഥത്തിൽ ഇതോട് അവസാനിക്കരുത്, അത് അടുത്ത തലമുറയിൽ പോകണമെന്ന നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ഇത് പകർത്തി വെച്ചത്. തൃശൂരിൽ വെച്ച് നടക്കുന്ന ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു. ജൂലൈ 31 രാവിലെ 9:30 മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് മെഗാ ജോബ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഡിവൈഎഫ്ഐ ഇരിങ്ങാലക്കുട ബ്ലോക്ക് സെക്രട്ടറി അഖിൽ ലക്ഷ്മണൻ, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി വിഷ്ണു പ്രഭാകരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ പ്രമുഖ കമ്പനികളിലുമായി 500ഓളം ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കും. SSLC മുതൽ ബിരുദാനന്തര ബിരുദവും ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. ഡിവൈഎഫ്ഐ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PD ദീപക്, ജില്ലാ കമ്മിറ്റി അംഗം നവ്യ കൃഷ്ണ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നത്തെ കാലഘട്ടത്തിനകത്തെ യുവാക്കളുടെ ഏറ്റവും ഗൗരവകരമായ വിഷയം എന്ന നിലയ്ക്ക് തന്നെ തൊഴിൽ തേടുന്ന യുവതയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു വിഷയം തന്നെ എടുത്തുകൊണ്ട് ഒരു മെഗാ ജോബ് ഫെസ്റ്റ് ഇരിഞ്ഞാലക്കുടയ്ക്കകത്ത് വെച്ച് സംഘടിപ്പിക്കുകയാണ്. 500-ൽ പരം തൊഴിലവസരങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി ഈ ജോബ് ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഭാഗമായി അണിയറിയൽ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മൾ ഇതിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. ഈ ജോബ് ഫെസ്റ്റിനകത്ത് SSLC മുതൽ ITI ഡിപ്ലോമ തുടങ്ങി ഡിഗ്രി കോഴ്സുകൾ, PG കോഴ്സുകൾ തുടങ്ങി മുഴുവൻ മേഖലയ്ക്കകത്തുള്ള ആളുകളെയും ജോലി ലഭിക്കാവുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻ്റാണ് ഇതിൻ്റെ സംഘാടനവുമായി ചെയ്തിട്ടുള്ളത്. ICL ഉൾപ്പെടെയുള്ള വിവിധ കമ്പനികൾ ഇസാഫ് തുടങ്ങി സംസ്ഥാന മേഖലയെയും സ്പർശിക്കാവുന്ന രീതിയിലുള്ള വിവിധ കമ്പനികൾ ഈ ജോബ് ഫെസ്റ്റിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് മുഴുവൻ ആളുകളെയും ക്ഷണിക്കുകയാണ്. ഈ കാലത്ത് 9 മണി മുതൽ ഒരു പുസ്തകമേള ഇതിൻ്റെ ഭാഗമായി, പുസ്തകോത്സവം ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ചിന്ത പബ്ലിക്കേഷനുമായി സഹകരിച്ചുകൊണ്ട് കാലത്ത് 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നീണ്ടു നിൽക്കുന്ന പുസ്തകമേളയും ഇതോടനുബന്ധിച്ച് ഈ ടൗൺ ഹാളിനകത്ത് ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു വൈകിട്ട് 4 മണിക്ക് ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.